ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമ്മൾ ബൺമസ്കിയും ഇറാനി ചായയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള ബൺമസ്കിയും അതുപോലെ ടേസ്റ്റായിട്ടുള്ള ഒരു ഇറാനി ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ബൺമസ്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നൂട്ടെല്ല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഫ്രൂട്ട്സ് വെച്ചിട്ടും നൂട്ടെല്ല വെച്ചിട്ടും കുനാഫ വെച്ചിട്ടും ഒക്കെ നമ്മൾ ബൺമസ്കി ഉണ്ടാക്കട്ടെ. നമുക്ക് എന്താണ് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പം ഞാൻ കുറച്ച് നൂട്ടെല്ല എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നട്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സ് എന്ന് പറഞ്ഞാൽ പിത്താശയും ബദാമും ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ഇടാക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നല്ല മിൽക്ക് ബൺ എടുക്കുക കേട്ടോ. മിൽക്ക് ബൺ തന്നെ എടുക്കണം. മിൽക്ക് ബൺ എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയ ബണ്ണാണ് കിട്ടിയത് കേട്ടോ. ബൺമസ്കി ഉണ്ടാക്കുമ്പോൾ നല്ല വലിയ ബണ്ണെടുക്കണം. ബർഗറിൻ്റെ വലിയ ബണ്ണില്ലാതെ എടുക്കണം. പക്ഷെ മിൽക്ക് ബണ്ണായിരിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നൂട്ടെല്ലിൻ്റെ മിക്സ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല കനത്തിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഓവറായിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കണ്ട. നമുക്കിത് കഴിക്കാൻ പറ്റില്ല, ഗുമ്മായി പോവും. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ വന്ന് ഇതുപോലെ നൂട്ടെല്ലിൻ്റെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ബൺമസ്കി ഉണ്ടാക്കുന്നത് നമ്മൾ ബട്ടറും മിൽക്കി മേഡും വെച്ചിട്ടാണ് കേട്ടോ. 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് മിൽക്കി മേഡ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഒരു ക്രീമി പരുവത്തിലാക്കി എടുക്കുക. അതിന് ശേഷം നമ്മൾ ബൺ ഇതുപോലെ പൊളന്ന് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ നൂട്ടെല്ലാം വെച്ച് ചെയ്ത പോലെ ഒന്ന് ബണ്ണിൻ്റെ ഉള്ളിൽ ഈ ബട്ടറിൻ്റെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് നമ്മൾ സാധാരണ യൂട്യൂബിൽ ഇൻസ്റ്റയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കണ്ട. നമുക്കിതൊട്ട് കഴിക്കാൻ കഴിയില്ല. ഒരു ചെറിയ പീസ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഗുമ്മാകും കേട്ടോ. ഇതൊന്നും അറിയാണ്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് കഴിക്കാനൊന്നും കഴിയില്ല കേട്ടോ. ഇത് ആകെ ഒരു പീസ് കഴിക്കുമ്പം തന്നെ ഇറാനി ചായയും ഒരു പീസ് ബൺമസ്കിയും കഴിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല ഗുമ്മാവും. ഇപ്പോൾ 2 തരത്തിലുള്ള ബൺമസ്കി ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇറാനി ചായ ഉണ്ടാക്കാം. ചായക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുക. ഒരു കുക്കറിലാണ് എടുക്കേണ്ടത് കേട്ടോ. അതിലേക്ക് 2-3 ഏലക്കയും ഒരു ചെറിയ പീസ് പട്ട ഇട്ടിട്ട് 3 വിസിലടുപ്പിച്ചെടുക്കുക കേട്ടോ. 3 വിസിലടുക്കുന്നേരം ചായ എന്തായാലും കുക്കാക്കണം. അങ്ങനെ 3 വിസിലടിച്ച് അതവിടെ മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് പാല്, ചായക്ക് ആവശ്യമായ പാല് മിൽക്കി മേഡ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 3 വിസിലടിച്ചതിന് ശേഷം കുക്കറിൻ്റെ ഹെയറൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്നെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല സ്മെല്ലുള്ള നല്ല ചായയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ചായ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ നമ്മൾ മിൽക്ക് മേഡ് പാലുള്ള ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. നല്ല ടേസ്റ്റാണ് ചായക്ക്, നല്ല മസാല ചായയാണ്. അപ്പോൾ അതവിടെ വെച്ചിട്ട് നമ്മൾ ബൺമസ്കി ഒന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നൂട്ടെല്ല വെച്ചിട്ടുള്ള ബൺമസ്കിയാണ് കേട്ടോ ഞാൻ മുറിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാകുക. ഇത് നല്ല ഗുമ്മാണ്. നമ്മൾ വിചാരിക്കുന്നവരെ കഴിക്കാനേ കഴിയില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമ്മൾ ബട്ടർ വെച്ചിട്ടുള്ള ബൺമസ്കിയാണ് കേട്ടോ. ചായക്കേറ്റവും പിന്നെ ചായൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റ് നമ്മൾ ബട്ടർ വെച്ചിട്ടുള്ള ബൺമസ്കിയാണ്. പക്ഷെ വെറൈറ്റി ആയിട്ട് നമുക്ക് നൂട്ടെല്ല വെച്ചിട്ടും കഴിക്കാം കേട്ടോ. പക്ഷെ രണ്ടും കഴിക്കുമ്പോൾ നല്ല ഗുമ്മാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.